പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ചിക്കാഗോ പ്രയർ ലൈന് ലീഡർഷിപ്പ് കൊടുക്കുന്ന പാസ്റ്റർ അനീഷ്, അതുപോലെ തന്നെ ഇന്നത്തെ വർഷിപ്പ് ലീഡ് ചെയ്ത ബ്രദർ ജോയ്സ്, പ്രയർ സെഷൻ ലീഡ് ചെയ്ത ബ്രദർ റജി കോശി, കടന്നു വന്നിരിക്കുന്ന എല്ലാ കർത്താവിന്റെ വിലയേറിയ ദേവദാസിമാർ, എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ ഷാജി വള്ളംകുളം ഉൾപ്പെടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഏപ്രിൽ മാസം അവസാനത്തെ ദിവസത്തിന്റെ സന്ധ്യാവേളയിലാണല്ലോ നാം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നത്. ഇന്ത്യയിലുള്ളവർക്ക് അത് ഓൾറെഡി മെയ് ദിനമായിട്ട് മാറി, മെയ് 1-ാം തീയതിയായിട്ട് മാറി. കഴിഞ്ഞ 4 മാസക്കാലം കർത്താവ് നമ്മളെ അത്ഭുതകരമായി പരിപാലിച്ച ആ കർത്താവിന്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഇത് വളരെ ചുരുങ്ങിയ നിമിഷങ്ങളെ നമ്മുടെ മുമ്പിലുള്ളതുകൊണ്ട് ആമുഖം പറഞ്ഞ് സമയം കളയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ദൈവവചനത്തിന് എനിക്ക് പ്രേരണ കിട്ടിയത് 2 കറണ്ട് ഇവന്റ്സ് ആണ്. 2 കറണ്ട് ഇവന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇവിടെ മുമ്പേ കർത്താവിന്റെ ദാസി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ 14 മാസങ്ങൾക്ക് മുമ്പ് ആഷ്ബറിയിൽ ഉണ്ടായ ഉണർവിന്റെ പ്രതിധ്വനികൾ അമേരിക്കയിലെ പല യൂണിവേഴ്സിറ്റികളെ, അലബാമ, യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ തുടങ്ങി പല യൂണിവേഴ്സിറ്റികളിലും കഴിഞ്ഞ മാസങ്ങളിലൊക്കെ അലയടിക്കുവാൻ തക്കണ ഇടയായി തീർന്നു. എന്നാൽ ഇന്ന് യൂണിവേഴ്സിറ്റികൾ അറിയപ്പെടുന്നത് അതിന്റെ പേരിലല്ല. അമേരിക്കയിലെ 200-ൽ പരം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും ആന്റി സെമിറ്റിക് ആക്ടിവിറ്റീസിന്റെ പേരിൽ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാതെ വണ്ണം, ക്ലാസ്സിൽ കയറുവാൻ കഴിയാതെ വണ്ണം, പഠിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ കോളേജ് ക്യാമ്പസിൽ ടെന്റ് പണിത് അവിടെ താമസിച്ചുകൊണ്ട് അവിടെ പ്രവേശനം തടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അതിൻ്റെ ഇടയിൽ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസിന്റെ ഓസ്റ്റിൻ ക്യാമ്പസിൽ പോലീസ് അവരെ നീക്കി കഴിഞ്ഞപ്പോൾ അവർ കണ്ടത്, നമ്മുടെ നാട്ടിൽ കല്ലേറൊക്കെ സമരത്തിന്റെ പതിവാണ്. ആരടിച്ചാലും ആര് സമരം നടത്തിയാലും ഏറ് കിട്ടുന്നത് ട്രാൻസ്പോർട്ട് ബസ്സുകൾക്കാണ്. നമുക്കത് പരിചയമുണ്ട്, വായിച്ചെങ്കിലും പരിചയമുണ്ട്. എന്നാൽ ഇവിടെ അതുപോലെ തന്നെ ബേസ്ബോളിന്റെ സൈസിലുള്ള കല്ലുകൾ കൂട്ടിവെച്ചിരുന്ന അവർ കണ്ടെത്തുവാൻ തക്കണ്ടയായി തീർന്നു. മറ്റു പല യൂണിവേഴ്സിറ്റികളിലും അതുപോലെ ഉണ്ട്. അപ്പം നമുക്കറിയാം, ഇത് പ്രൊഫഷണൽ പ്രൊട്ടസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ശമ്പളത്തിന് പ്രൊട്ടസ്റ്റ് നടത്തുന്ന ആളുകൾ, നമ്മൾ ജോലി ചെയ്യുന്നത് പോലെ തന്നെ ഒരു ജോലിയായിട്ട് കാണുന്ന ഒരു കൂട്ടം ആളുകളെ നമുക്ക് അവിടെ കാണുന്നു. അതെല്ലാം സ്റ്റുഡൻസ് ഒന്നുമല്ല, അതിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒന്നത്, അപ്പം ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ ഒരു കാര്യം ഇന്റർവ്യൂ ചെയ്തു. ഇന്നും UCLA യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയില് അവർക്ക് പഠനത്തിന് കടന്നുപോയ ഒരു വിദ്യാർത്ഥിയെ അവർ തടഞ്ഞു. അവർ പ്രൊട്ടസ്റ്റ് ചെയ്തത് മാത്രമല്ല, പഠിക്കാൻ പോകുന്നവരെ അനുവദിക്കുന്നില്ല. നമുക്കറിയാം, സെമസ്റ്ററിന്റെ എൻഡാണ്, ഇയറിന്റെ എൻഡാണ്, ഇതിന്റെയൊക്കെ നടുവിലാണ് ഈ കുഞ്ഞുങ്ങളായിരിക്കുന്നത്. അവർക്കൊക്കെ പഠനത്തിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ആ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ നിൽക്കുമ്പോൾ അവരെ പലരെ അറസ്റ്റ് ചെയ്തു. പല ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ട്, അവർ ഡീപ്പോർട്ടേഷനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റുഡൻസ് അല്ല, എക്സ്പൾഷനെ, അവരെ പുറത്താക്കും. കോളേജിൽ നിന്ന് ആദ്യമൊക്കെ അവർ സസ്പെൻഡ് ചെയ്യും, ടെമ്പററി സസ്പെൻഷൻ ഒക്കെ കൊടുത്തിട്ട് അവർ അനുവദിച്ചില്ല, അല്ലെങ്കിൽ അവർ അംഗീകരിച്ചില്ല, അല്ലെങ്കിൽ അവർ സമരം നിർത്താഞ്ഞത് കൊണ്ട് ഇവർ കംപ്ലീറ്റ് ആയിട്ട് ഇവരെ കോളേജിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന ഒരു രീതിയിലേക്ക് മാനേജ്മെന്റ്, കോളേജ് അധികാരികൾ എത്തുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇവർക്ക് പതുക്കെ ഭയം തുടങ്ങി. ഇപ്പോൾ അവർ സമരം നടത്തുന്നത് ആംനസ്റ്റി വേണമെന്ന് പറഞ്ഞുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പൊതുമാപ്പ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ പൊതുമാപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞ ഒരു പദമാണ് എന്നെ ഈ ചിന്തയിലേക്ക് കൊണ്ടുപോകാൻ തക്കണ ഇടയായി തീർന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, എവരി ആക്ഷൻ ഹാസ് കോൺസിക്വൻസസ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ എല്ലാ പ്രവൃത്തികൾക്കും നമുക്കൊരു ഫലമുണ്ടെന്നുള്ളത്. അത് ചിലപ്പോൾ നമുക്ക് അനുകൂലമായിരിക്കാം, ചിലപ്പോൾ നമുക്ക് പ്രതികൂലമായിരിക്കാം. രണ്ടായാലും നമ്മുടെ പ്രവൃത്തികൾ ഫലമില്ലാതെ പോകത്തില്ല എന്ന് ഓർത്തിരിക്കണമെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. രണ്ടാമത്തെ സംഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ ദൈവിക ചിന്തയിലേക്ക് കടക്കാം. രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത്, 2 ദിവസം മുമ്പ് നമ്മുടെ കേരളത്തിൽ നടന്നൊരു കാര്യമാണ്. എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് യാതൊരു അഫിലിയേഷനും ഉള്ള ആളല്ല, ഞാനത് മുന്നമേ പറയുകയാണ്. പക്ഷേ ഞങ്ങൾ വസ്തുത പറയുമ്പോൾ നിങ്ങൾ അത് വസ്തുതാപരമായിട്ട് തന്നെ എടുക്കുക. നമുക്കറിയാം, തിരുവനന്തപുരം സിറ്റിയിലെ മേയറും ഒരു ട്രാൻസ്പോർട്ട് ബസ് ഡ്രൈവറുമായിട്ടുണ്ടായ സംഭവമാണ്. ആ സംഭവത്തിന്റെ മുമ്പിൽ നമുക്കറിയാം, കേരളത്തിൽ വ്യക്തമായ ട്രാൻസ്പോർട്ടേഷൻ നിയമമുണ്ട്. ട്രാൻസ്പോർട്ട് ബസ് തടഞ്ഞാൽ അത് കുറ്റമാണ്, അത് പ്രോസിക്യൂട്ട് ചെയ്യേണ്ട കുറ്റമാണ്. സീബ്ര ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ സൈഡ് വാക്ക്, നമ്മുടെ പെഡസ്ട്രിയൻ വോക്കിന് വേണ്ടി മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ഒരു വാഹനം പാർക്ക് ചെയ്താൽ അതിന് പ്രത്യേക കുറ്റമുണ്ട്. അങ്ങനെയുള്ള കുറ്റങ്ങളെല്ലാം കൂടെ തിരുവനന്തപുരത്തെ മേയറും തന്റെ കുടുംബവും കൂടെ വന്നു വണ്ടി തടഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ആ ഡ്രൈവറുടെ പേര് കേസ് എടുത്തു. പക്ഷെ എങ്കിൽ എന്ത് ചെയ്തില്ല, തിരിച്ച് കേസ് കൊടുത്തപ്പോൾ അതിന്റെ പേരിൽ ആരും കേസ് കൊടുത്തില്ല. ഒന്നാമത്തെ കാര്യം. 2, ഇവരെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ സംഘടനകളാണല്ലോ, തൊഴിലാളി വർഗത്തിൻ്റെതാണെന്ന് അവരെ അഭിമാനിക്കുക, അതിനുവേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരെന്താണ് ചെയ്തത്? അവര് ചെയ്തത്, നാളെ ഞാൻ പറഞ്ഞല്ലോ മെയ് ദിനമാണ്, അത് തൊഴിലാളി ദിനമാണ് അല്ലെ. തൊഴിലാളികളെ
സംഘടിച്ച് ശക്തരാകുക എന്ന് പറഞ്ഞാണ് ഇവര് തൊഴിലാളി വർഗത്തിന്റെ വക്താക്കളായിട്ട് മാറുകയും ആണെന്ന് അഭിമാനിക്കുകയും ചെയ്യുന്നത്. ആ തൊഴിലാളി വർഗം എന്താ ചെയ്യുന്നത് അറിയാമോ? ഇന്ന് കോർപ്പറേഷൻ കൗൺസിൽ, തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ കൂടിയപ്പോൾ ഇടതുപക്ഷ ശക്തികളെല്ലാം കൂടെ, പാർട്ടികളെല്ലാം കൂടി തീരുമാനിച്ചു, ഈ ഡ്രൈവറെ ട്രാൻസ്പോർട്ടിൽ നിന്നും എന്നത്തേക്കുമായിട്ട് പുറത്താക്കണം, ഡിസ്മിസ് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം, പ്രമേയം ഔദ്യോഗികമായിട്ട് പാസ്സാക്കാൻ ഇടയായി തീർന്നു. അപ്പൊ നോക്കണം, രണ്ട് തരത്തിലുള്ള നീതി അല്ലെ. രണ്ടുപേരും പക്ഷെ ഞാൻ പിടിച്ചോണ്ടല്ല പറയുന്നത്, പക്ഷെ രണ്ടും എന്ത് ചെയ്യണം? തിരിച്ച് ആ വ്യക്തി കൊടുത്ത കേസ് എടുക്കാൻ പോലീസ് തയ്യാറായില്ല. തന്റെ ജോലി തടസ്സപ്പെടുത്തി ആ കേസ് ടിക്കറ്റ് എടുത്ത് വന്ന ആളുകൾക്ക് ഇവിടെ ആയിരുന്ന നഷ്ടപരിഹാരം കൊടുക്കേണ്ട കേസാണ്. കാരണം 15 ആൾക്കാര് 10 മണിക്കൂർ മുമ്പ് ട്രെയിൻ ബസ്സിൽ കയറിയതാണ്. അവർ 2 മണിക്കൂർ രാത്രിയുടെ യാമത്തിൽ 10:30 മണിക്ക് അവരെ ഡെസ്റ്റിനേഷനിൽ നിന്നും 2.5 കിലോമീറ്റർ പുറകിൽ ഇറക്കി വിട്ടു എന്ന് പറയുമ്പോൾ ഇവിടെയായിരുന്നു തീർച്ചയായിട്ടും നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കുന്ന ഒരു കേസാണ്. അപ്പൊ അങ്ങനെയുള്ളത് കാര്യം നീതി രണ്ടായിട്ട് നടന്നു. അങ്ങനെ ലോകപ്രകാരം നീതി രണ്ടായിട്ട് പോകുമ്പോൾ എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെതായ ഫലമുണ്ടെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ബൈബിളിലേക്ക് ഒന്ന് നോക്കിയാണ് ഒരു 2 പേരുടെ സംഭവം ഒന്ന് എടുക്കുകയാണ്. പഴയ നിയമത്തിലേക്ക് നമ്മൾ വളരെ വേഗത്തിൽ ഒന്ന് പോകുകയാണ്. എന്നാൽ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗങ്ങൾ സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിന്റെ 2 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്ക് ആകെയുള്ളത് കുറച്ച് നിമിഷങ്ങളായതുകൊണ്ട് ഞാൻ വാക്യഭാഗങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. അതിന്റെ 12-ാം വാക്യം മാത്രം ഒന്ന് വായിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ വഴിയെ നിങ്ങളോട് പറയാം. നമുക്കെല്ലാം വേദപുസ്തകം പരിചയമുള്ളവരാണല്ലോ. അതിനകത്ത് 12-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: പിന്നെ യഹോവ മോശയോടും അഹരോനോടും, നിങ്ങൾ ഇസ്രായേൽ മക്കൾ കാണുക, എന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം എന്നെ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് നിങ്ങൾ ഈ സഭയെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുകയില്ല എന്ന് അരുളി ചെയ്തു. നമുക്കറിയാം, 20-ാം അധ്യായം ആരംഭിക്കുന്നത് 126 വയസ്സുള്ളതായിട്ട് മോശയുടെ അഹരോന്റെ സഹോദരിയായ മിരിയാം മരിച്ചു എന്ന് പറഞ്ഞ, മിരിയാം മരിച്ചു, മിരിയാമിനെ അടക്കം ചെയ്തു എന്ന് പറഞ്ഞാണ് 20-ാം സംഖ്യാപുസ്തകം നമ്പേഴ്സ് 20 ആരംഭിക്കുന്നത്. അതിന്റെ 1-ാം വാക്യത്തിൽ അതാ പറയുന്നത്. അത് കഴിഞ്ഞ് 2-ാം വാക്യത്തിൽ വരുമ്പോഴാണ് അവർക്ക് വെള്ളമില്ല എന്നുള്ള പ്രശ്നം വരുന്നത്. അപ്പൊ നോക്കണം, അവർ 3 പേരും കൂടെയാണ് ഇസ്രായേൽ മക്കളെ നയിച്ചുകൊണ്ട് ചെങ്കടൽ കടന്നത്. ചെങ്കടൽ കടന്നപ്പോൾ തപ്പെടുത്ത് നൃത്തം ചെയ്ത് സഹോദരിമാരെ കൊണ്ട് നൃത്തം ചെയ്യിപ്പിച്ച, ആരാധിപ്പിച്ച ഒരു സഹോദരിയായിരുന്നു മിരിയാം എന്ന് നമുക്കറിയാം. എന്നാൽ മിരിയാം മരിച്ചു. ഇനി മോശയും അഹരോനും ഉണ്ട്. അവരുടെ ഇടയിൽ എന്ത് ചെയ്തു? അവരുടെ കൂടെ ഒരു കൂട്ടം ആളുകൾ മരുഭൂമിയിലൂടെ വന്നപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടം ആളുകൾ മോശയ്ക്കും അഹരോനും ലീഡർഷിപ്പ് കൊടുത്തുകൊണ്ട് മുൻപോട്ട് നയിക്കാൻ കിട്ടിയ ഒരു കൂട്ടം ആളുകൾ എന്ന് പറയുന്നത്, ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും അല്പം വിഷമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിലെല്ലാം പുറകോട്ട് പോകുവാൻ, പുറകോട്ട് ചലിക്കുവാൻ, കാലുകൾ പിന്നോട്ട് വെക്കുവാൻ എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു. അപ്പമില്ലാതെ വരുമ്പോൾ, ഭക്ഷണമില്ലാതെ വരുമ്പോൾ, വെള്ളമില്ലാതെ വരുമ്പോൾ, മറ്റെന്തെങ്കിലും ഒരു സാഹചര്യം അവർക്ക് പോരായ്മ തോന്നിയാൽ ഉടൻ അവർ പറയും മിസ്രൈമായിരുന്നു നല്ലത്, മിസ്രൈമായിരുന്നു നല്ലത്. അവരുടെ കൂടെ ഒരു സമ്മിശ്ര ജാതി ഉണ്ടായിരുന്നു. അവർ പറയും വാ നമുക്ക് പുറകോട്ട് പോകാന്ന് പറയും. ഇങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളായിരുന്നു അല്ലെ. അപ്പൊ അവിടെ അവര് എന്തോ പറഞ്ഞത്? അവിടെയായിരുന്നു ഞങ്ങളെ എന്തിനാ ഇങ്ങനെ കൊണ്ടുവന്നത്? നിങ്ങൾ പോൾസ്, നമ്മള് എന്താണ് ഈ ഇലക്ഷൻ സമയത്തൊക്കെ ക്യാമ്പയിൻ നടത്തുമ്പോൾ ആളുകൾ ഒരുപാട് പ്രോമിസസ് കൊടുക്കും, വാഗ്ദാനങ്ങൾ കൊടുക്കും. ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടും കഴിയുമ്പോൾ അവർ പറയും അതെല്ലാം ഇലക്ഷന്റെ ക്യാമ്പയിൻ പ്രോമിസസ് മാത്രമായിരുന്നു എന്ന് പറഞ്ഞു തടി തപ്പാറുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ. എന്ന് പറഞ്ഞതുപോലെ ഒരു പ്രവർത്തനമാണോ നിങ്ങൾ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ച് മോശയും അഹരോനും ബത്തിമുട്ടി നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? അവരെ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ച സമയത്ത് 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് അവിടെ മോശയും അഹരോനും ചെന്ന് ദൈവസന്നിധിയിൽ വീണു എന്നുള്ളതാണ്. കാരണം അവർക്ക് അതേ ചെയ്യാൻ കഴിയത്തുള്ളൂ. അവർക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയത്തില്ല. മരുഭൂമിയിലുള്ള വെള്ളം എന്ന് പറയുന്നത് അവരുടെ കയ്യിലല്ല. മരുഭൂമിയിൽ എവിടെ ജലം കിട്ടുമെന്നുള്ളത് അവർക്ക് അറിയത്തില്ല. ആ മരുഭൂമിയെ കുറിച്ച് അവർക്ക് വ്യക്തമായ ഒരു ധാരണയില്ല. അവരുടെ ഭൂപ്രകൃതിയെ കുറിച്ച് ഒരു ധാരണയില്ല. ജലത്തിന്റെ സോഴ്സിനെ കുറിച്ച് അവർക്ക് ധാരണയില്ലാതെ ഇരിക്കുമ്പോൾ അവർക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ നിന്ന് നെടുമ്പാട് വീണാൽ ദൈവത്തിങ്കൽ നിന്ന് ഒരു ഉത്തരം കിട്ടുമെന്നുള്ള ഒരു ഉറപ്പ് അവർക്കുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഈ രാത്രി വേളയിൽ, ഈ സന്ധ്യാവേളയിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂത് കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം ഒരു പക്ഷേ ലീഡർഷിപ്പിൽ നിൽക്കുന്നവരായിരിക്കാം, നമുക്ക് സാധാരണ പ്രവർത്തകരായിരിക്കാം, ഒരു പക്ഷേ സാധാ വിശ്വാസിയായിരിക്കാം. ആരായിരുന്നാലും നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിയാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ, നമ്മുടെ ചുറ്റും നോക്കിയാൽ യാതൊരു നമുക്ക് കണ്ടെത്തുവാൻ കഴിയത്തില്ല, ഒരു മാർഗവുമില്ല, രക്ഷപ്പെടുവാൻ ഒരു മാർഗവുമില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ നമുക്ക് എത്തിച്ചേരുവാനുള്ള ഏക ഇടമെന്ന് പറയുന്നത് ദൈവസന്നിധിയാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ആ ദൈവസന്നിധി നമ്മൾ ചെന്നെത്തിയാൽ, അവിടെ നമ്മൾ നെടുമ്പാട് വീണ് കരഞ്ഞാൽ നമുക്കൊരു പരിഹാരം ഉണ്ടെന്നുള്ളത് ഇന്ന് രാത്രി ഒരു പ്രാവശ്യം കൂടി ഓർപ്പിച്ചുണർത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ
പരിശുദ്ധാത്മാവിനെ നിർബന്ധിക്കുന്നത് കൊണ്ട് ഞാൻ അതിന് തുനിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. അവിടെ നമ്മൾ കണ്ടു, മോശയോടും അഹരോനും കൂടെ ദൈവം പറഞ്ഞു, ഇല്ല, നിങ്ങൾ ലജ്ജിതരായി തീരുവാൻ ഞാൻ അനുവദിക്കത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ ജലം കൊടുപ്പിക്കും എന്ന് പറഞ്ഞു. നിങ്ങൾ തന്നെ അവർക്ക് ജലം കൊടുക്കും, അതിനുള്ള മാർഗം എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിൽ ഒരു വടി ഞാൻ തന്നിട്ടുണ്ട്. ആ വടി എന്ത് ചെയ്യുന്നു? ചെങ്കടലിനെ വിഭാഗിച്ച ഒരു വടിയാണ് അല്ലെ. ആ വടി നിന്റെ കയ്യിൽ എടുത്തുകൊണ്ട് പോയിട്ട് നീ അടുത്തുള്ള പാറയിൽ പോയിട്ട് എന്ത് ചെയ്യണം? നീ പാറയോട് കൽപ്പിക്കണമെന്നാണ് പറഞ്ഞത്. പാറയോട് നീ കൽപ്പിക്കണം. 7-ാം വാക്യം. അപ്പൊ സർവ്വജനത്തെ നീ വിളിച്ചു കൂട്ടണം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ല, ഇത് ഫേക്ക് ആണെന്ന് പറയാൻ ആരും ഇടയാകരുത്. അതുകൊണ്ട് സർവ്വജനത്തെയും കാണുക വേണം നീ പാറയോട് കൽപ്പിക്കാൻ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒന്ന്, മോശയുടെ മൊറാൽ, സെൽഫ് എസ്റ്റീം ദൈവം തന്നെ എന്ത് ചെയ്തു? ബൂസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. കാരണം എന്തോ? ജനത്തെ നമ്മളെ പ്രതിസന്ധി ഘട്ടത്തിലൂടെ പോകുമ്പോഴാണല്ലോ നമുക്ക് ജനത്തെ അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ ഒഴിഞ്ഞു മാറി ഒരു കോണിലേക്ക് പോകുന്നത്. ഇവിടെ അങ്ങനെ കോണിലേക്ക് മാറി നിൽക്കുവാനല്ല മോശയോട് ദൈവം പറഞ്ഞത്. നീ ജനത്തിന്റെ മുമ്പാകെ സർവ്വജനത്തെയും വിളിച്ചു കൂട്ടിയിട്ട് നീ ദൈവം പ്രവർത്തിക്കുന്ന കാണുവാൻ തക്കവണ്ണം ഇന്ന് നിന്നിലൂടെ ഞാൻ ചെയ്യുന്ന അത്ഭുത പ്രവർത്തിക്ക് അവർ സാക്ഷ്യം വഹിക്കേണ്ടതിന് വേണ്ടി ഞാൻ നിന്നെ മുന്നോട്ട് നയിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മോശ അവരോട് പറഞ്ഞു. മോശയോട് പറഞ്ഞത്, വടി കൈ പിടിക്കുക ചെയ്യാവൂ, നീ പാറയോട് കൽപ്പിക്കണം, അത് നിനക്ക് വെള്ളം തരുമെന്നാണ് പറഞ്ഞത്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നാം ഒരു കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ, ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവം നമ്മളോട് പറയുന്ന വാക്കുകൾക്ക് വളരെ ശ്രദ്ധ കൊടുക്കണം. വളരെ ശ്രദ്ധിച്ച് അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്പം പോലും മാറാതെ നമ്മൾ അതിനോട് പ്രതികരിക്കുമ്പോൾ മാത്രമാണ്, അതനുസരിക്കുമ്പോൾ മാത്രമാണ് ദൈവ പ്രവൃത്തി നമുക്ക് വെളിപ്പെട്ടു വരുന്നത്, നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ രാത്രിയിൽ ഓർത്തിരിക്കുക, ദൈവം മോശയോട് പറഞ്ഞു, വടി നീ കയ്യിലെടുക്കണം, നീ പാറയോട് കൽപ്പിക്കണം. പക്ഷെ അടുത്ത വാക്യം 8-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? 9-ാം വാക്യം തൊട്ട് 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവരെ വെല്ലുവിളിച്ച് ചോദിക്കുക, ഞങ്ങൾ നിങ്ങൾക്ക് വെള്ളം തരുമോ? നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുക്കുമോ എന്നൊക്കെ പറഞ്ഞ് മത്സരികളെ കേൾപ്പീൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു? മോശ ഇമോഷണലായി. നിങ്ങൾക്ക് വേറെ വ്യാഖ്യാനങ്ങൾ കാണും. ഒരു നിമിഷം നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേട്ടിട്ട് നിങ്ങൾ കൺക്ലൂഷനിൽ തീരുമാനത്തിൽ നോക്കണം. മോശ അല്പം ഇമോഷണലായി. കാരണം നമ്മളൊക്കെയും ഒരു പോയിന്റിൽ എത്തിച്ചേരുമ്പോൾ, നമ്മളെ ഒരു കോർണർ ചെയ്യുമ്പോൾ, ഒരു പ്രശ്നത്തിന്റെ നടുവിൽ മറ്റുള്ളവരെല്ലാവരും കൂടെ ഗാങ് അപ്പ് ചെയ്ത് ഒന്നിച്ചു കൂടിയിട്ട് നമ്മളെ ഒരു കോർണറിൽ കൊണ്ട് നിർത്തുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? നമുക്ക് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ തിരുവനന്തപുരത്തെ സംഭവം പറഞ്ഞത് അല്ലേ. കാരണം മോശയുടെ മേയർ എന്നതിന്റെ ആൾക്കാർ എന്ന് ചോദിച്ചു, നിന്റെ ഇന്നാരുടെയാണോ റോഡെന്ന് ചോദിച്ചു. ആ ഡ്രൈവറും തിരിച്ച് അതുപോലെ തന്നെ ചോദിച്ചു. കാരണം എന്താണെന്ന് പറഞ്ഞാലും, കാരണം അതേ ഒരു സാഹചര്യത്തിൽ താനും നിൽക്കുകയാണെന്ന് ഓർക്കണം. അപ്പൊ അതുപോലെയുള്ള ഒരു പ്രതികരണം എന്ത് ചെയ്തു? അങ്ങനെ പറഞ്ഞെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്ത് ചെയ്തു? അവർ അല്പം ഇമോഷണലായിട്ട് എന്ത് ചെയ്തു? കുറെ നാളുകളായിട്ട് ഈ മത്സരം കണ്ടും കേട്ടും ഹെഡപ്പായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു മോശ നിൽക്കുന്നത്. അപ്പൊ മോശ എന്താ ചെയ്തത്? മോശ 2 പ്രാവശ്യം ആ പാറയെ അടിച്ചു. പിന്നെ ഒന്ന് കൽപ്പിക്കാനേ പറഞ്ഞുള്ളൂ. അഥവാ അടിച്ചാൽ തന്നെ ഒരു പ്രാവശ്യം അടിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. കാരണം മോശ വടി നീട്ടുവാൻ പറഞ്ഞപ്പോൾ വടി നീട്ടിയപ്പോൾ ചെങ്കടൽ 2ആയിട്ട് വിഭാഗിച്ചു. ഞാൻ ഇന്ന് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ് മുന്നോട്ട് പോകുന്നതിന് മുമ്പേ. പാറയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം പുറത്തു കൊണ്ടുവരുന്നതാണോ ബുദ്ധിമുട്ട്, പ്രയാസമുള്ള ജോലി? അതോ കടലിൽ നിറഞ്ഞു നിൽക്കുന്ന വെള്ളത്തെ ചിറ പോലെ നിർത്തുന്നതാണോ? എന്നിട്ട് ആ സ്ഥലം ഉണക്കിയെടുക്കുന്നതാണോ ബുദ്ധിമുട്ടുള്ള ജോലി, പ്രയാസമുള്ള ജോലി? ഏതാ? നമുക്ക് ആർക്കും സംശയമില്ല. കടലിലെ ജലത്തെ 2ആയിട്ട് നിർത്തുന്ന. കാരണം എന്തുകൊണ്ടാണ് ചിറ കെട്ടുന്നത്? എന്തുകൊണ്ടാണ് അതിനെ തടഞ്ഞു നിർത്തുന്നത്? അങ്ങനെ നിന്ന് മാത്രമല്ല, ആ സ്ഥലം ഉണക്കിയെടുക്കുകയും ചെയ്യണം അല്ലെ. അങ്ങനെയെങ്കിൽ ആ പ്രയാസമുള്ള ജോലി മോശ ദൈവം പറഞ്ഞത് അതുപോലെ അനുസരിച്ചപ്പോൾ ദൈവം അവന് കൂട്ടുനിന്നുകൊണ്ട് ആ ചെങ്കടലിനെ ഉണക്കി അതുവഴി കടത്തി വിട്ടുവെങ്കിൽ ആ ദൈവത്തെ ഒരല്പസമയം ഒന്ന് മാറ്റി നിർത്തിയിട്ട് തന്റെ വൈകാരികമായ പ്രതികരണത്തെ ശേഷി കൊണ്ട് മോശ എന്ത് ചെയ്തു? അതിനെ 2 പ്രാവശ്യം അടിച്ചു. 2 പ്രാവശ്യം അടിച്ചപ്പോൾ മോശയോട് വേണമെങ്കിൽ ദൈവത്തിന് പറയാമായിരുന്നു, ഞാൻ പറഞ്ഞ പോലെയല്ല. നമ്മളായിരുന്നു അങ്ങനെ ചെയ്യുന്നത് അല്ലെ. നമ്മളായിരുന്നെങ്കിൽ അങ്ങനെ പറയുന്നത്, ഞാൻ പറഞ്ഞതുപോലെയല്ല നിങ്ങൾ ചെയ്തത്, അതുകൊണ്ട് ഈ പാറയിൽ നിന്നും വെള്ളം വരത്തില്ലെന്നായിരുന്നു അടുത്ത നിമിഷത്തിൽ മോശയോട് പറയേണ്ടത്. പക്ഷെ നമ്മുടെ ദൈവം അങ്ങനെയുള്ള ദൈവമല്ല. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം അല്പം പെശക്, അല്പം പ്രയാസങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാലും, തെറ്റുകുറ്റങ്ങൾ ഉണ്ടായാലും അതൊക്കെ ക്ഷമിക്കുന്ന ഒരു ദൈവം കൂടെയാണ് നമ്മുടെ ദൈവം. എല്ലാത്തിനും ക്ഷമിക്കത്തില്ല. ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറയാം, നിങ്ങൾക്ക് അത് മനസ്സിലാവും. നോക്കണം. അപ്പൊ എങ്കിലും എന്ത് ചെയ്തു? ദൈവം ആ വെള്ളം ചാടി പുറപ്പെടുവിച്ചു അല്ലെ. വേണമെങ്കിൽ മോശ പറഞ്ഞു ചെയ്തില്ല. അപ്പൊ എന്നിട്ട് കാരണം അത്രയും ജനത്തെ കൊണ്ടുവന്നിട്ട് ആ ജനത്തിന്റെ മുമ്പിൽ വെച്ച് താൻ വിളിച്ചതായ മോശ എന്ത് ചെയ്തു? ലജ്ജിപ്പിക്കുവാൻ ദൈവം അവസരം ഉണ്ടാക്കിയില്ല നമുക്ക് കാണുന്നു. വെള്ളം ചാടി പുറപ്പെട്ടു. പക്ഷെ വെള്ളം ജനത്തിന് ലഭിച്ചു കഴിഞ്ഞപ്പോൾ മോശയോട് ദൈവം പറഞ്ഞ കാര്യമാണ് നമ്മൾ വായിച്ചത്. 12-ാമത്തെ വാക്യം എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നെ ശുദ്ധീകരിച്ചില്ല. കാരണം എന്താ? ജനത്തിന്റെ മുൻപ് വെച്ച് നിങ്ങൾ എന്നെ ശുദ്ധീകരിച്ചില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ ദേശത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകത്തില്ല. നിങ്ങൾ 2 പേരും എന്ത് ചെയ്തില്ല?
കനാൻ നാട്ടിൽ കാല് ചവിട്ടത്തില്ലെന്നാണ് നമ്മൾ മോശയോട് പറഞ്ഞതിന്റെ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. അപ്പൊ നോക്കണം, ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ അല്പം പുറകോട്ട് പോയിട്ട് ഞാൻ കടന്നു വരാം. ഇത് എങ്ങനെ നടന്നു ചോദിച്ചു. നമ്മൾ ഓർക്കണം, മോശയെ ദൈവം വിളിച്ചത് എവിടെയാ? നമുക്കറിയാം, മോശയുടെ ചരിത്രവും കാര്യങ്ങളും ഒക്കെ അറിയാം. ഞാൻ അവിടേക്ക് ഒന്നും പോകുന്നില്ല. ഒരു നിമിഷം പോലും നമുക്ക് കളയാനില്ലാത്തത് കൊണ്ട് ഞാൻ അവിടേക്ക് ഒന്നും പോകുന്നില്ല. നോക്കണം, മോശയെ ദൈവം വിളിച്ചത് മിദ്യാനിന്റെ പുരോഹിതനായ യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് പോകുമ്പോൾ, അല്ലെ, ഹോരേബിന്റെ പർവ്വതത്തിൽ മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായി. അതെന്താണെന്ന് അറിയാൻ അവിടേക്ക് ചെന്നപ്പോഴാണ് എന്ത് ചെയ്തത്? നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ച് കളക എന്നുള്ള ഇൻട്രൊഡക്ഷനോട് കൂടിയാണ് മോശയും ദൈവമായിട്ടുള്ള സംഭാഷണം ആരംഭിക്കുന്നത്, അല്ലെ. ആ സംഭാഷണം ആരംഭിച്ചിട്ട് മോശയോട് ദൈവം എന്താ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഇറങ്ങി വന്ന കാര്യവും അവർ കഷ്ടത അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. എല്ലാം പറഞ്ഞിട്ട് മോശയോട് ദൈവം എന്താ പറഞ്ഞത്? 3-ാം അധ്യായത്തിൽ എന്താ പറഞ്ഞെന്നറിയാമോ? മോശയോട് പറഞ്ഞു, വരിക, വരിക, എന്ത് ചെയ്യണം? ഞാൻ നിന്നെ ഫറവോന്റെ അടുത്തേക്ക് അയക്കുകയാണെന്ന് പറഞ്ഞു, അല്ലേ. ഫറവോന്റെ അടുത്തേക്ക് അയക്കുക എന്ന് പറഞ്ഞു. അതെ, 10-ാമത്തെ വാക്യം, 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. വരിക, ഞാൻ നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുത്തേക്ക്. അപ്പം അസൈൻമെന്റ് കൊടുക്കുകയാണ്. മോശയ്ക്ക് ദൈവം അസൈൻമെന്റ് കൊടുത്തത് എവിടെ വെച്ചാണ് ഓർക്കണം? മുൾപ്പടർപ്പിൽ നിന്നുകൊണ്ടാണ്. എവിടെ? ഹോരേബ് പർവ്വതത്തിന്റെ അടുത്ത് വെച്ചാണ് അത് ചെയ്തതെന്ന് ഓർക്കണം. അങ്ങനെയെങ്കിൽ മോശ അത് ചെയ്ത് ആ അസൈൻമെന്റ് ഏറ്റെടുത്തു. മോശയോടുകൂടി ദൈവം ഉണ്ടായിരുന്നു. നമുക്കറിയാം, മോശയെ കൊണ്ട് ദൈവം ചെയ്യിച്ച അത്ഭുതങ്ങൾ പോലെ വേറെ എങ്ങും അത്ഭുതങ്ങളൊന്നും ചെയ്തിട്ടില്ല, അല്ലെ. അത്ഭുതങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ദൈവം അത്ഭുതം ചെയ്ത അത്ഭുതങ്ങളുടെ പരമ്പരയിലൂടെ ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ട് വന്ന് ഇന്ന് വരെ ഒരു രാഷ്ട്രത്തലവന്മാരും ഒരു നേതാവും അതിർത്തിയില്ലാത്തതായ മറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതായ ഒരു രാജ്യത്തെ ഭരിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഭരണം ആകെ ചെയ്തിട്ടുള്ളത് മോശയാ. കാരണം എന്താ? ഒരു രാജ്യം ഒറ്റ രാത്രി കൊണ്ടുണ്ടാകുകയായിരുന്നു. അത് ബൈബിളിൽ നമുക്ക് പറയാം. പക്ഷെ അത്രയും വലിയ ഒരു സമൂഹത്തെ 40 വർഷം താനത് ഭരിച്ചുകൊണ്ട് നടന്നു. പക്ഷെ അവർക്ക് കൃത്യമായ ഒരു അതിർത്തി ഇല്ലായിരുന്നു, അല്ലെ. കൃത്യമായ ഒരു പട്ടാളം ഇല്ലായിരുന്നു, മറ്റു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, വരുമാന മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇങ്ങനെയെങ്കിലും എന്ത് ചെയ്തു? അതിനെ നയിച്ചുകൊണ്ടുപോയ ലീഡറായിരുന്നു മോശ എന്ന് ഓർക്കണം. അപ്പൊ മോശയെ ദൈവം ഏൽപ്പിച്ച അസൈൻമെന്റ് അന്ന് മുതൽ മോശ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ ആ ഒരു ചെറിയ തെറ്റിന്റെ പേരിൽ താനും ഒരു മനുഷ്യനാണ്, വൈകാരികമായിട്ട് താൻ പ്രതികരിച്ചതിന്റെ പേരിൽ ദൈവം അത് ചെയ്തത് ശരിയാണോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ഞാൻ അവിടേക്ക് വരാം. മോശയുടെ അടുത്തേക്ക് വരുന്നതിന് മുമ്പേ നോക്കണം, മോശയുടെ അടുത്തേക്ക് വരുന്നതിന് മുമ്പേ ആദ്യത്തെ ആളിനെ നമ്മൾ പറഞ്ഞു വിടണം, അല്ലെ. എന്നാ ചേട്ടൻ അതാ ഓർഡറാ. ഏറ്റവും മൂത്തത് മിരിയാം കഴിഞ്ഞാൽ അഹ്റോൻ കഴിഞ്ഞ് മോശ, അല്ലെ. അപ്പൊ എന്ത് ചെയ്തു? മോശ എന്ത് ചെയ്ത്? അപ്പൊ 20-ാം അധ്യായത്തിന് 22 മുതലുള്ള വാക്യങ്ങൾ വരുമ്പോൾ നമുക്ക് മോശയുടെ ദൈവം പറയുകയാണ്, എന്ത് ചെയ്ത്? കാലത്തിൽ പറഞ്ഞു. അങ്ങനെ കാര്യം പറഞ്ഞിട്ട് സർവ്വസമയം കാദേശ് നിന്ന് ഹോർ പർവ്വതത്തിൽ എത്തിയപ്പോൾ അവിടെ വെച്ച് യഹോവ മോശയോട് അതിനോട് പറഞ്ഞു, നീ എന്ത് ചെയ്യും? നീ നിന്റെ ജനത്തോട് ചേരാൻ പോകുകയാണ്. അതുകൊണ്ട് നീയും മോശയും നിന്റെ മകനായ എലയാസറും കൂടെ ഈ പർവ്വതത്തിന്റെ മുകളിൽ കയറണം. അവർ 3 പേരും കൂടെ ജനം താഴെ നിൽക്കുകയാണ്. അവർ 3 പേരും കൂടെ പർവ്വതത്തിന്റെ മുകളിൽ കയറി. അവർ പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ട് അവരോട് എന്ത് ചെയ്തു? മോശയോട് ദൈവം പറഞ്ഞു, യഹോവയായ ദൈവം പറഞ്ഞു, നീ അഹ്റോന്റെ മേലുള്ളതായ പുരോഹിത വസ്ത്രം, ആ പൗരോഹിത്യ വസ്ത്രം, ആ മഹാപുരോഹിത വസ്ത്രം എന്ത് ചെയ്യണം? നീ അതെടുക്കണം. അതെടുത്തിട്ട് തന്റെ മകനായ എലയാസറിന്റെ ദേഹത്ത് നീ ഇടിയിക്കണം. മോശ അതുപോലെ ചെയ്തു. ആ ശുശ്രൂഷ, ആ ട്രാൻസ്ഫർ ഓഫ് മിനിസ്ട്രി, അതെന്ത് ചെയ്തു? ആ ശുശ്രൂഷ എന്ത് ചെയ്തു? മാറ്റി കഴിഞ്ഞപ്പോൾ ആ ശുശ്രൂഷയുടെ ആ സ്ഥാനവസ്ത്രങ്ങളെല്ലാം മാറ്റി ശുശ്രൂഷ കൈമാറി ആർക്ക്? അഹ്റോനിൽ നിന്നും എന്ത് ചെയ്തു? എലയാസറിലേക്ക് ശുശ്രൂഷ കൈമാറി കഴിഞ്ഞപ്പോൾ അഹ്റോൻ അവിടെ മരിച്ചു. ഹോർ പർവ്വതത്തിൽ മരിച്ചു. മകൻ അഹ്റോൻ കയറിയോ? അഹ്റോൻ അവിടെ പോയില്ല. ഇനി എലയാസറും മോശയും എല്ലാമായിട്ട് പോകുക, അല്ലെ. മോശയുമായിട്ട് അവർ യാത്ര തുടർന്നു. അപ്പോൾ മോശ എപ്പോഴും ഓർക്കണം, മോശ ലീഡറാണ്. വാഗ്ദത്തം ഇങ്ങനെ കിടക്കുകയാണ്. വാഗ്ദത്തം കൊണ്ടുപോകാൻ പറഞ്ഞു. പക്ഷെങ്കിൽ എന്ത് ചെയ്തു? ദൈവം പറഞ്ഞു, നീ കാണത്തില്ല, നീ പോകത്തില്ലെന്ന് പറഞ്ഞു. നമ്മൾ അങ്ങനെയായി. അവസാനം ആവർത്തന പുസ്തകത്തിന്റെ ഒടുവിലത്തെ അധ്യായത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. 34-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എന്ത് ചെയ്യുന്ന അറിയാമോ? മോശയോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? നെബോ പർവ്വതത്തിന്റെ പിസ്ഗായുടെ മുകളിൽ കയറണം. നീ എരിഹോ സമഭൂമിക്കെതിരെയുള്ള അവിടെ കയറണമെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ വരെ ചെന്നിട്ട് അവിടെ നിന്ന് നോക്കാൻ പറഞ്ഞു. അവിടെ നിന്ന് നോക്കിയാൽ ദാൻ മുതൽ ഗിലെയാദ് വരെയുള്ള അനേക ഗോത്രങ്ങൾക്ക് അവകാശമായി കിട്ടേണ്ട, അന്ന് അവർക്ക് അവകാശമായി കിട്ടിയിട്ടില്ല, കാരണം അവരക്കരെ കടന്നിട്ടില്ല. അപ്പൊ ആ അവകാശമായി കിട്ടേണ്ട ദേശം എല്ലാം കൂടെ നീ ഒന്ന് കണ്ണുകൊണ്ട് കാണാൻ പറഞ്ഞു. കണ്ണുകൊണ്ട് കണ്ടു, അല്ലെ. പിന്നെ എഫ്രൈമിന്റെ മനശ്ശെയുടെ ദേശം, അങ്ങനെ കടൽ വരെയുള്ള ദേശങ്ങൾ മുഴുവൻ സാധാരണഗതിയിൽ അവർക്ക് ചെന്ന് പ്രാപിച്ചെടുക്കേണ്ട ആ ദേശം എന്ത് ചെയ്തു?
ആ ദേശം മുഴുവൻ ആരെ കാണിച്ചു? യഹോവയെ ദൈവം മോശയെ കാണിച്ചു. അപ്പൊ മോശ തന്റെ കണ്ണുകൊണ്ട് മറ്റുള്ള അവർ ചെന്ന് ചേർക്കേണ്ട ഭാഗങ്ങളെല്ലാം കാണിച്ചു അല്ലേ. ഇത് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? എന്നിട്ട് 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ ഇത് തന്നെയാണ് ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും നിന്റെ സന്തതി പരമ്പരയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ ദേശം ഇതാണെന്ന് പറഞ്ഞ് മോശയെ കൊണ്ട് മോശയ്ക്ക് അത് വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തു. മോശയുടെ കണ്ണുകൊണ്ട് മോശ അത് നല്ലവണ്ണം കണ്ടോ ഇല്ലയോ എന്നുള്ളത് താഴോട്ട് വരുമ്പോൾ ഞാൻ പറയാം. ഇനിയും അടുത്തത് കേൾക്കണം. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞല്ലോ നാം വരിക, ഞാൻ നിന്നെ ഒരു അസൈൻമെന്റ് ഏൽപ്പിച്ചു. ആ അസൈൻമെന്റ് എന്ന് പറയുന്നത് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് മിസ്രൈമ അടിമത്തത്തിൽ നിന്നും 400 വർഷങ്ങൾക്ക് മുമ്പ് അത് അവരുടെ പിതാവായ അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത ആ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണത്തിന് ഇസഹാക്ക് ജനിക്കുന്നതിന് മുമ്പെയാണ് അബ്രഹാമിനോട് യഹോവയായ ദൈവം പറഞ്ഞത്, നിന്റെ സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം താമസിക്കും, അവരെ അവിടെ അടിമവേല ചെയ്യേണ്ടി വരും, അവിടെ നിന്ന് ബഹുസമ്പത്തോടു കൂടി അവർ തിരിച്ചു പോരേണ്ടി വരുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇസഹാക്ക് പോലും ജനിക്കുന്നതിന് മുമ്പാ. പക്ഷെ അത് അതുപോലെ നിറവേറി അവിടെ നിന്ന് അവരെ കൊണ്ടുവന്നു. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞതിന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല, ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കുന്ന ദൈവമാണ്. പക്ഷെ നീയല്ലേ അവിടെ കൊണ്ടുപോകുന്നത്, നീയല്ലേ ഈ ജനത്തെ അവിടെ എത്തിക്കുന്നത്, ഈ ജനം അവിടെ പോകും, അതിന് ഞാനൊരു ലീഡറെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. അവിടേക്ക് കടന്നു പോകുകയില്ല എന്ന് പറഞ്ഞു. നോക്കണം, അവിടെ വെച്ച് തന്നെ മരിച്ചു. അവിടെ വെച്ച് നോക്കണം, അഹറോൻ മരണസമയത്ത് മോശയും ഏലിയാസറും കൂടെ പോയി. നോക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. അഹറോൻ മരിക്കുവാൻ വേണ്ടി ഹോർ പർവ്വതത്തിന്റെ മുകളിലേക്ക് പോയപ്പോൾ എലിയാസറും മോശയും കൂടെ പോയി. പക്ഷെങ്കിൽ മോശ മരിക്കുന്ന സമയത്ത് വേറെ ആരും കൂടെ പോകാൻ ദൈവം അനുവദിച്ചില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് എന്താ സംഭവിച്ചത്? അവിടെ മോവാബ് ദേശം അവിടെ വെച്ച് മരിച്ചു അല്ലെ, പിസ്കാട് മോളിൽ വെച്ച് മരിച്ചു. അവിടെ ബേത്പേറിന് താഴ്വരയിൽ അടക്കി. പക്ഷേ മോശ എവിടെയാ അടക്കിയെന്നുള്ളത് ആ തലമുറയ്ക്ക് മനസ്സിലായിട്ടില്ല. ഇതുവരെ ഒരു തലമുറയ്ക്ക് മനസ്സിലായിട്ടില്ല അല്ലെ. ഇന്ന് വരെ മോശ ഒരുപാട് ചരിത്രത്തിലേക്ക് പുറകോട്ട് പോയി ഇസ്രായേൽ മക്കൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ച ഒരു കൂട്ടമാണ്. പക്ഷെങ്കിൽ മോശ എവിടെ അടക്കിയെന്ന് അവർക്ക് ഇന്ന് വരെ എല്ലുകളും മറ്റുകളും ഒന്നും കിട്ടിയിട്ടില്ല, ബോൺസ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, അത് എവിടെ അടക്കിയത് എവിടെയാന്ന് പോലും അവർക്ക് ഇന്ന് ഒരു മാർക്ക് ചെയ്തത് എവിടെയാണെന്ന് അവർക്ക് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം അല്ലെ. അങ്ങനെയെങ്കിൽ മോശ മരിക്കേണ്ടതായിട്ടുള്ള മരണമാണോ മരിച്ചത്? മോശ പ്രായം ചെന്ന് ക്ഷീണിച്ച് നമ്മൾ പൂർണ്ണ വാർദ്ധക്യത്തിൽ മരിച്ചതായിട്ട് നമ്മൾ പലയിടത്തും ബൈബിളിലും കാണുന്നുണ്ട്, നമ്മൾ പറയുന്ന ഒരു സമയമുണ്ടല്ലോ. അപ്പൊ അങ്ങനെ എത്തി മരിച്ചതാണോ? വാർദ്ധക്യമായി ശരീരത്തിന്റെ ബലം ക്ഷയിച്ചു, അങ്ങനെ നാച്ചുറൽ കോഴ്സ് ആയിട്ട് മരിച്ചതാണോ മോശ? ഇവിടെ അല്ല. കാരണം 7-ാം വാക്യം പറയുന്നത് മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സുണ്ടായിരുന്നു, പക്ഷെ അവന്റെ കണ്ണ് മങ്ങിയിട്ടില്ലായിരുന്നു, കാഴ്ചയ്ക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. 120 വയസ്സുള്ള മോശയുടെ കണ്ണുകൾക്ക് നമ്മുടെ പലരുടെയും കണ്ണുകളെക്കാൾ കാഴ്ച ശക്തി ഉണ്ടായിരുന്നു എന്ന് സാരം. 2, അവന്റെ ദേഹബലം ക്ഷയിക്കാതെ ഇരുന്നു. അപ്പം ബലം ക്ഷയിച്ചിട്ടും കണ്ണ് കാണാതെയും വാർദ്ധക്യം ചെന്നല്ല മോശ മരിച്ചത്, നല്ല ആരോഗ്യത്തിൽ ഇരിക്കുമ്പോൾ തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, പിസ്ഗയുടെ മുടിയിൽ നിന്നുകൊണ്ട് ആ നെബോ പർവ്വതത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് മോശ നോക്കി ദൈവം നോക്കാൻ പറഞ്ഞപ്പോൾ താൻ ഒരു പക്ഷെ കൊണ്ടെത്തിക്കേണ്ട ആ ദേശം മുഴുവൻ, താൻ വിഭാജിച്ചു കൊടുക്കേണ്ട ആ ദേശം മുഴുവൻ മോശയുടെ കണ്ണുകൊണ്ട് കാണുവാൻ തനിക്ക് ഇടയായി തീർന്നു എന്ന് നമ്മൾ ഓർത്തിരിക്കാം. അത് അവരെ കുറിച്ച് വിലാപമൊക്കെ കഴിച്ചു അല്ലെ, കഴിച്ചിട്ടു. എന്നാൽ ഓർത്തിരിക്കുക, അപ്പം ഇത് ദൈവം ചെയ്തു അല്ലെ, ദൈവം ഒന്ന് ചെയ്തു. അപ്പോൾ നോക്കണം, ഞാൻ പറഞ്ഞല്ലോ, ഇത് മോശയെ ദൈവം വിളിച്ചു. മോശയെ ദൈവം വിളിച്ചത് എവിടെയാണ്? മോശയെ ദൈവം വിളിച്ചത് മുൾപ്പടർപ്പിൽ നിന്നുമാണ് വിളിച്ചുകൊണ്ടുവന്ന ഒരു ദൗത്യം ഏൽപ്പിച്ചതാ. ആ ദൗത്യം എന്ത് ചെയ്തു? പൂർത്തീകരിക്കുന്നത്. നമ്മളാണെങ്കിൽ എന്ത് പറയും? നമ്മളായിരുന്നെങ്കിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയേനെ അല്ലെ. ഇന്നത്തെ മലയാളിയുടെ ഒരു മനസ്സനുസരിച്ചാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളുടെ ബന്ധത്തിൽ നടക്കുന്നത് പോലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നമ്മൾ നടത്തിയേനെ, നമ്മളെ പ്രമേയങ്ങൾ പാസ്സാക്കിയേനെ. എന്താ? ദൈവത്തിനെതിരായിട്ട്. എന്തുകൊണ്ടാ? ഒരു പണിയുമില്ലാതെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന മോശയെ അങ്ങോട്ട് ചെന്ന് മോശയെ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് മോശയുടെ മേൽ ഒരു അസൈൻമെന്റ്, ഒരു ചുമതല, ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ട് ആ ദൗത്യ നിർവഹണത്തിന്റെ നടുവിൽ അല്പമായ ഒരു സാരമായ ഒരു വാക്കിന്റെ പുറത്ത്, ഒരു പ്രവൃത്തിയുടെ പുറത്ത് എന്ത് ചെയ്തു? വേണമെങ്കിൽ ഒന്ന് റിപ്രിമെന്റ് ചെയ്യണമായിരുന്നു, വേണമെങ്കിൽ ഒരു റിട്ടേൺ വാണിങ്ങോ വെർബൽ വാണിങ്ങോ കൊടുത്തിട്ട് മോശയെ തുടർന്ന് ശുശ്രൂഷിക്കണമായിരുന്നു അല്ലെ. അതിന് പകരം മോശ ഏതൊരു ജനത്തെയാണോ അക്കരെ എത്തിക്കുവാൻ വേണ്ടി മോശ ഇറങ്ങി തിരിച്ചത്, ആ ജനം അക്കരെ കയറുമ്പോൾ അതിന് ലീഡറായിട്ടിരുന്ന മോശയ്ക്ക് ഇടയായി തീരുന്നില്ല എന്നുള്ള ദുഃഖകരമായ ഒരു അവസ്ഥയിൽ വരുമ്പോൾ ഇതിനോട് ഞങ്ങൾ എങ്ങനെ പ്രതിഷേധിക്കാതിരിക്കും, ഇതിനോട് ഞങ്ങൾ എങ്ങനെ ഞങ്ങളുടെ ധാർമ്മിക രോക്ഷം വെളിപ്പെടുത്താതിരിക്കും എന്നൊക്കെ ചോദിക്കുന്ന മലയാളി മനസ്സുകളുടെ ഉടമകളാണ് നമ്മളെന്ന് ഓർക്കണം. പക്ഷെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ അതൊന്നും വിലപ്പോകുകയില്ല. ദൈവം ഒരു കാര്യം തീരുമാനിച്ചാൽ ദൈവം തീരുമാനിച്ചതാണ്, ദൈവം നീതിപരമായിട്ട് മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു? വ്യക്തമായ കാരണം അവരോട് പറഞ്ഞു. എന്തുകൊണ്ടാണ്? അവർ ദൈവത്തിന് മഹത്വം കൊടുത്തില്ല, ദൈവത്തെ ശുദ്ധീകരിച്ചില്ല അല്ലെ. ജനത്തെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ പ്രവൃത്തിയും ആ ദേഷ്യവും അവരുടെ മുമ്പിൽ വെച്ച് പ്രകടിപ്പിച്ചു.
പ്രകടിപ്പിച്ചു. ദൈവം പറഞ്ഞായിരുന്നെങ്കിൽ അവർക്കറിയാം വ്യക്തമായിട്ട് ഈ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു വരട്ടെന്ന് യഹോവയുടെ നമുക്ക് കൽപ്പിക്കുന്നെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വന്നതിനെ. പക്ഷെങ്കിൽ എന്ത് ചെയ്തു? അവരുടെ ധാർമ്മിക രോഷം, ആ വൈകാരികമായ വിക്ഷോഭങ്ങളൊക്കെ അവരവിടെ വെളിപ്പെടുത്തുവാൻ തക്കണം ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. എന്നാൽ ഈ മോശയെ ദൈവം എന്ത് ചെയ്തു? നമുക്കറിയാം ഇത് ആരാണ് അടക്കിയെന്നറിയാം. മോശയെ സ്ഥലം കണ്ടിട്ടില്ല, അല്ലെ? മോശയെ കണ്ടിട്ടില്ല. പിന്നെ നമ്മള് മത്തായിയുടെ സുവിശേഷവും മർക്കോസിന്റെ സുവിശേഷവും ലൂക്കോസിന്റെ സുവിശേഷവും കൂടെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം അവിടെ 6 ദിവസം കഴിഞ്ഞ ശേഷമെന്ന് അവരെ മറുരൂപ മലയിലേക്ക്, അല്ലെ തിബിരിയാസ് മലയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് കർത്താവിന്റെ ദേഹം, ഒരു അലക്കുകാരൻ വസ്ത്രം ഒരു അലക്കുകാരനും ഭൂമിയിൽ വെളുപ്പിക്കാൻ കഴിയാത്തതെന്ന് മർക്കോസ് പറയുന്നു. ആ വെണ്മ നട്ടുച്ചയ്ക്കുള്ള സൂര്യന്റെ പ്രകാശത്തേക്കാൾ വെളുത്തതെന്ന് പറയുന്നു. അവിടെ രണ്ടുപേർ അങ്ങനെ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞാൽ മറുരൂപ മല എന്ന പേര് പോലും മാറത്തക്കോണമുള്ള സാഹചര്യം ഉണ്ടായി. അവിടെ ആരിറങ്ങി വന്നു? ഏലിയാവിന്റെ കൂടെ മോശ ഉണ്ടായിരുന്നു എന്നുള്ളത് പുതിയ നിയമത്തിൽ വ്യക്തമായിട്ട് മത്തായിലും മർക്കോസിലും ലൂക്കോസിലും എഴുതിയിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യമായിട്ട് ഞാൻ അവിടേക്ക് കടക്കുന്നില്ല. അപ്പൊ അവിടെ സംസാരിച്ച കൂട്ടത്തിൽ മോശ ഇറങ്ങി വന്നു, അല്ലെ? മോശ ഇറങ്ങി വന്നു. അപ്പൊ മോശ ഇറങ്ങി വരണത്തക്കമെങ്കിൽ ദൈവം എന്ത് ചെയ്തു? ദൈവം ആ വാഗ്ദത്ത നാട് കൊടുക്കാതിരുന്നെങ്കിലും, വാഗ്ദത്ത നാട്ടിൽ സ്റ്റെപ്പ് ചെയ്യാതിരുന്നെങ്കിലും മോശയ്ക്ക് സ്വന്തം ശരീരത്തിൽ അല്ലെ അക്ഷരീകമായ നമ്മൾക്കുള്ളതായ അതേ ശരീരത്തോടുകൂടി മോശ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിപ്പാൻ കഴിഞ്ഞില്ലെങ്കിലും, വാഗ്ദത്ത നാട്ടിൽ കാലുകുത്താൻ കഴിഞ്ഞില്ലെങ്കിലും, അതേ വാഗ്ദത്ത നാടിന്റെ ഭാഗമായിരിക്കുന്ന ആ മലയുടെ മുകളിൽ മോശ വന്നിറങ്ങുവാൻ തക്കണയിടയായി തീർന്നു. എങ്ങനെയാണ്? വേറെ രൂപത്തിലാണെന്ന് മാത്രം, അല്ലെ? ഏലിയാവിന്റെ കൂടെ മോശ വരുവാൻ തക്കണയിടയായി തീർന്നു. കർത്താവിനോട് സംസാരിച്ചു, കർത്താവിന്റെ നിര്യാണത്തെ കുറിച്ച് സംസാരിച്ചു എന്നാണ് ലൂക്കോസ് ആ വിഷയത്തിൽ എഴുതിയിരിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാൻ ഞാൻ വിശദീകരിക്കുന്നില്ല. നോക്കണം. അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടെ ഓർത്തിരിക്കുക, അത് മോശ ചെയ്തു. അപ്പൊ എന്നിട്ട് മോശയ്ക്ക് മുമ്പേ യോശുവയെ എടുക്കണമെന്ന് പറഞ്ഞു. യേശു എടുക്കുന്നു പറഞ്ഞു, അസൈൻമെന്റ് കൊടുത്തു. എന്ത്? സെലക്ഷൻ കഴിഞ്ഞു, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഓർഡിനേഷൻ കഴിഞ്ഞു. പക്ഷെ ശുശ്രൂഷ അങ്ങോട്ട് ഏറ്റില്ല. ശുശ്രൂഷ വരണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ ആത്മാവും ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ നിയോഗവും ഒക്കെ വന്നെങ്കിൽ എന്ത് ചെയ്യത്തുള്ളൂ? ആ ശുശ്രൂഷയുടെ അധികാരം കിട്ടത്തുള്ളൂ. അപ്പം എന്ത് ചെയ്തു? സെലക്ഷൻ കഴിഞ്ഞു. സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞ് നിൽക്കുകയാണ് ആര്? യോശുവ. മോശയുടെ അനന്തരാവകാശിയായിട്ട്, അനന്തര ലീഡറായിട്ട് യോശുവയോട് നിൽക്കുക. അവിടെ എന്ത് ചെയ്തു? 34 അധ്യായത്തിന്റെ 9 വാക്യം വരുന്നത് എന്താണെന്നറിയാമോ? അത് നൂന്റെ മകനായ യോശുവയെ മോശ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നുകൊണ്ട് അവൻ ഞാൻ അല്പപൂർണനായി തീർന്നു, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ അവനെ അനുസരിച്ചു. അപ്പോൾ അവിടെ വേറൊരാളെ ദൈവം സെലക്ട് ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. മോശക്കാരൻ. അപ്പൊ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. അപ്പൊ വേറൊരാളെ ദൈവം എടുത്തു, അല്ലെ? ദൈവം ആ സെലക്ഷൻ കൊടുത്തു. മോശയ്ക്ക് കൊടുത്ത ആ ജ്ഞാനവും ആ ആത്മാവും എന്ത് ചെയ്തു? യോശുവയെ കൊടുത്തുകൊണ്ട് ദൈവം തന്റെ പ്രവൃത്തി തികച്ചു. ആ ജനം അക്കരെ ചെന്നു. ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് തെറ്റുപറ്റിയില്ല. ദൈവം കൊടുക്കുമെന്ന് പറഞ്ഞ ദേശം അവർക്ക് കൊടുത്തു. ദൈവം യോർദാൻ നദി കടന്ന് അവർക്ക് ആ വീണ്ടതെല്ലാം ഗോത്രങ്ങളായിട്ട്, കുലങ്ങളായിട്ട്, കുടുംബങ്ങളായിട്ട്, വ്യക്തികളായിട്ട് അവരുടെ അവകാശങ്ങളെല്ലാം വീതിച്ചു കൊടുക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി എന്ന് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. ഇനിയും ഈ മോശയെ കുറിച്ച് തന്നെ അതേ അധ്യായത്തിൽ മോശയോട് ദൈവം വാഗ്ദത്ത നാട്ടിൽ പോകത്തില്ല എന്ന് പറഞ്ഞെങ്കിലും ആ മോശയെ കുറിച്ച് തന്നെ ആ 34 അധ്യായത്തിന്റെ 10, 11, 12 വാക്യങ്ങളിൽ വളരെ നല്ലൊരു ടെസ്റ്റിമണിയാ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിൽ ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല ടെസ്റ്റിമണി എന്ന് പറഞ്ഞാൽ അതാ, സാക്ഷ്യം എന്ന് പറഞ്ഞാൽ അതാ. എന്താണെന്ന് അറിയാമോ? എന്നാൽ മിസ്രയീം ദേശത്തെ ഫറവോനോടും അവന്റെ സകല ഭൃത്യന്മാരോടും അവന്റെ സർവ്വദേശത്തോടും ചെയ്യുവാൻ യഹോവ മോശയെ നിയോഗിച്ചയച്ച സകല അത്ഭുതങ്ങളും ഭുജവീര്യവും എല്ലാ ഇസ്രായേലും കാണുക മോശ പ്രവർത്തിച്ച ഭയങ്കര കാര്യമൊക്കെ വിചാരിച്ചാൽ യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെ പോലെ ഒരു പ്രവാചകൻ എഴുന്നിട്ടില്ല. ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല. അപ്പൊ നോക്കണം, ഇന്നും മോശയുടെ സാക്ഷ്യം നമ്മളൊക്കെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തെന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ മോശയ്ക്കുള്ള റെക്കോർഡ് ബ്രേക്ക് ചെയ്യുവാൻ അതിനുശേഷം പിന്നെ ആരും അവിടെ വന്നിട്ടില്ല. മനുഷ്യരുടെ കൂട്ടത്തിൽ കർത്താവ് വന്നുള്ള വേറെ വിഷയം, പക്ഷെ മനുഷ്യരുടെ കൂട്ടത്തിൽ ആരും അവിടെ വന്നിട്ടില്ല എന്നുള്ള ആ റെക്കോർഡ് ഇന്നും മോശയുടെ പേരിൽ തന്നെ കിടക്കുക. അത് അവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ എന്റെ വാക്കുകളിലേക്ക് വന്ന് ഞാൻ എത്രയും വേഗം അവസാനിപ്പിക്കാം. നോക്കണം, ഇവിടെ നമ്മൾ കണ്ടു രണ്ടുപേര് ദൈവം തെരഞ്ഞെടുത്ത അഹരോനെ ആദ്യത്തെ മഹാപുരോഹിതനായിട്ട് ദൈവം തന്നെയാണ് നിയോഗിച്ചത്, അല്ലെ? ആ ശുശ്രൂഷകളെല്ലാം ചെയ്തത് മോശയെ കൂടെ തന്നെയാണ്. അപ്പം എന്ത് ചെയ്തു? ആദ്യത്തെ മഹാപുരോഹിതന് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? വാഗ്ദത്ത നാട്ടിൽ പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. ആദ്യത്തെ ലീഡറിന് വാഗ്ദത്ത നാട്ടിൽ പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. എന്താ കാരണം? നമ്മുടെ ഭാഷയിൽ നോക്കിയാൽ, നമ്മുടെ സ്റ്റാറ്റസ് അനുസരിച്ച്, നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നോക്കിയാൽ അതൊരു തെറ്റായിട്ട് നമുക്ക് പറയാൻ ഒക്കുമോ? ഇത്രയും ജനം, ഇത് 1, 2 പ്രാവശ്യമല്ലല്ലോ, പല പ്രാവശ്യം മത്സരികളായി തീർന്ന്, പിറുപിറുക്കുന്നവരായി തീർന്ന്, എന്തോ ഒരു കുറവ് എവിടെയെങ്കിലും ഉണ്ടാകുന്ന ഉടനെ ആവശ്യമില്ലാത്ത വാക്കുകളെല്ലാം കൂടെ പറഞ്ഞ് അവരുടെ സെൽഫ് എസ്റ്റീമിനെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള
നമ്മുടെ ഇന്നത്തെ ഭാഷ പറഞ്ഞ മാധ്യമ വേട്ട പോലെയുള്ള വേട്ടയാണ് അവിടെ ഉണ്ടായിരുന്നത്. കൂടെ പാളയത്തിൽ ഉണ്ടായിരുന്നവർ ചെയ്തുകൊണ്ടിരുന്നത്. സ്വന്തം ആൾക്കാരാണ് അല്ലെ. നമുക്കറിയാം സ്വന്തം കസിൻ പോലും മോശയോട് എതിർക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയൊന്നുമല്ല. അപ്പൊ ആർക്കായാലും ഒരു പോയിന്റ് ഉണ്ട് അല്ലെ. അവരുടെ ആ ക്ഷമയുടെ ഏറ്റവും ആ ലോവസ്റ്റ് പോയിന്റിലെത്തി ഇനി അവർക്ക് ക്ഷമിക്കാൻ കഴിയത്തില്ലെന്നൊരു മാനുഷികമായിട്ട് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ആ അവസ്ഥയിൽ മോശ ചെയ്തതായ ഒരു പ്രവൃത്തിയുടെ നിമിത്തം എന്ത് ചെയ്തു? നീതിമാനായ ദൈവം മോശ എത്തേണ്ട സ്ഥലത്ത് മോശയെ എത്തിച്ചില്ല. പക്ഷെ മോശയുടെ ദൈവം കരുണ കാണിച്ചു. ആദ്യത്തെ മഹാപുരോഹിതനോട് ദൈവം എന്ത് ചെയ്തു? ദൈവം നീ പോയിട്ടല്ലേ, നീ ചെല്ലത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ലോക്കൽ പാസ്റ്റർ ആയിരിക്കാം, ഡിസ്ട്രിക്ട് പാസ്റ്റർ ആയിരിക്കാം, സ്റ്റേറ്റിന്റെ ചുമതലയുള്ളവളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സാധാ വിശ്വാസിയായിരിക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷെ നമ്മൾ വിശ്വാസിയായാലും ലീഡർ ആയാലും നമ്മളെല്ലാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ആ വാക്കിനപ്പുറത്തോട്ട് നമ്മൾ പോയാൽ അതിന് കോൺസിക്വൻസസ് ഉണ്ട്, അതിന് അനന്തര ഫലമുണ്ട്. എല്ലാ പ്രവൃത്തികൾക്കും ഫലമുണ്ടെന്നുള്ളത് ഓർക്കണം. ആ ഫലം എന്ന് പറയുന്നത്, ആ ഫലം നമ്മൾ നന്മ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് അതിനനുസരിച്ച് അളവ് കിട്ടും അല്ലെ. അവരോട് പറഞ്ഞ പോലെ നന്മ ചെയ്യുന്നെങ്കിൽ നീ എന്തിനാ വിഷമിക്കുന്നത് അല്ലേ? നന്മ ചെയ്യുകയാണെങ്കിൽ നിന്റെ മുഖം എന്തിനാ വാടുന്നത് നമ്മൾ ചോദിക്കാറില്ലേ? അപ്പൊ നല്ലത് ചെയ്താൽ നമുക്ക് നല്ലതിന്റെ ഫലം കിട്ടും, തിന്മ ചെയ്താൽ തിന്മയുടെ ഫലം കിട്ടും, അനുസരണക്കേട് കാണിച്ചാൽ അനുസരണക്കേടിന്റെ ഫലം കിട്ടും. അങ്ങനെയെങ്കിൽ ദൈവസന്നിധിയിൽ വളരെ ഭയത്തോടുകൂടി, ഇതൊരു പക്ഷെങ്കിൽ ഇത് കൃപായുഗമായതുകൊണ്ട് ദൈവം ക്ഷമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്നും പോകരുത്. ദൈവം ഒരു കാര്യം കൽപ്പിച്ചാൽ, ഒരു പക്ഷെങ്കിൽ മോശ എന്ത് ചെയ്തു? അതിനുശേഷം മോശ ലീഡർ ആയിരുന്നു. ഓർത്തിരിക്കണം, അതിനുശേഷവും മോശ ലീഡർ ആയിരുന്നു. കുറച്ചു നാളുകൂടെ മോശ കൊണ്ടുപോയി. പക്ഷേ എന്ന് പറഞ്ഞതുപോലെ നമ്മളെ ദൈവം വാണിംഗ് തന്നിട്ട് നമുക്ക് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തം, നമ്മുടെ വാക്കുകൾ നിമിത്തം നാം ദൈവത്തെ കോപിപ്പിക്കുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട്, എന്തെങ്കിലും വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് നമ്മുടെ നിത്യത ദൈവം ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും, ഒരു പക്ഷേ നമ്മളിവിടെ കുറെ നാൾ കൂടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കും, കുറെ നാൾ കൂടെ നമ്മൾ ലീഡർഷിപ്പിൽ ആയെന്നിരിക്കും. പക്ഷെ ഓർത്തിരിക്കണം, അതുകൊണ്ട് നിത്യത നമുക്ക് ഉറപ്പായെന്ന് യാതൊരു അർത്ഥവുമില്ല. മോശയോട് ദൈവം പറഞ്ഞതുപോലെ അക്കരെ കടക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കരെ കടക്കത്തില്ല, അക്കരെ കാണാനേ കഴിയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മുടെ സ്വപ്നത്തിൽ മാത്രമേ നമ്മൾ പോകാനിരിക്കുന്ന സ്വർഗം നമ്മൾ കണ്ടുകൊണ്ട് നമ്മൾ അവിടുന്ന് എതിരായിട്ടുള്ള സ്ഥലത്തേക്ക് പോകേണ്ട കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇന്ന് രാത്രിയിൽ എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഞാൻ ഇവിടെ ഓർപ്പിച്ചുണർത്തുകയാണ്. കാരണം നമ്മൾ പലതും ചെയ്യുന്നവരാണ്, പലതും പ്രവർത്തിക്കുന്നവരാ. ദൈവത്തിന് വേണ്ടിയുള്ള ആവേശം കൊണ്ടും ആഗ്രഹം കൊണ്ടും ഒക്കെ നമ്മൾ ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെ ദൈവം മാർക്കിട്ട് സൂക്ഷിക്കുന്ന ദൈവം കൂടിയാ. പക്ഷെ ദൈവം പറയുന്നതിന് അപ്പുറത്ത് കയറി പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ, ദൈവം വെച്ചിരിക്കുന്ന അതിരുകൾക്ക് അപ്പുറത്തേക്ക് പോകുവാൻ നമ്മൾ ശ്രമിച്ചാൽ, ദൈവത്തെക്കാൾ വലിയവരായിട്ട് നമ്മൾ മാറുന്ന ഒരു സാഹചര്യത്തിൽ മനസ്സിലോ പ്രവൃത്തിയിലോ ഉണ്ടായാൽ അതിനെ ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണെന്നുള്ളതോടെ നമ്മൾ ഓർത്തിരിക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിച്ചുണർത്തുകയാണ്. കാരണം മോശയ്ക്കുണ്ടായത് വലിയൊരു നഷ്ടമായിരുന്നു. അല്ലെ, വലിയൊരു നഷ്ടമാണ്. കാരണം മോശയ്ക്ക് അക്കരെ നാട്ടിൽ അവരെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയെങ്കിൽ അക്കരെ നാടിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന പ്രിയമുള്ളവരെ, അക്കരെ നാട്ടിലേക്ക് അനേകരെ കൊണ്ടുപോകാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടേതും നമ്മൾ നയിക്കുന്ന ആളുകളുടെയും രക്ഷയും നിത്യതയിലേക്കുള്ള യാത്രയും ഉറപ്പുവരുത്തുവാൻ ദൈവമായ കർത്താവ് നമ്മളെ കൃപ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട്, ദൈവം നമ്മളോട് പറയുന്നതിന് അപ്പുറത്ത് പോകാതിരിക്കാൻ നമ്മൾ വളരെ ക്ഷമയോടുകൂടി, വളരെ കൃത്യതയോടുകൂടി, വളരെ വിവേകത്തോടുകൂടി, വളരെ ജ്ഞാനത്തോടുകൂടി, വളരെ ദൈവകൃപയോടുകൂടി മുന്നോട്ട് പോകുവാനും പ്രവർത്തിക്കുവാനും, നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും ഒരു വിധത്തിലും ദൈവത്തെ പ്രകോപിപ്പിക്കുന്നതായി തീരാതിരിക്കുവാൻ ദൈവത്തോട് ധാരാളം കൃപയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ആ നിത്യതയിൽ എത്തിച്ചേരുവാൻ, ആ ശുഭതുർമുഖത്ത് എത്തിച്ചേരുവാൻ നാം പ്രതീക്ഷ വെച്ചിരിക്കുന്ന, നാം ഓടിക്കൊണ്ടിരിക്കുന്ന ആ നിത്യത ഒരിക്കലും നമുക്ക് ആർക്കും നഷ്ടമാകാതിരിക്കാൻ ദൈവമായ കർത്താവ് മാന്യ ശ്രോതാക്കൾക്ക് കൃപ ധാരാളമായി പകർന്നുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും ഓട്ടത്തെ അവിടെ കൊണ്ടെത്തിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട്, എനിക്ക് അവസരം തന്ന പ്രിയപ്പെട്ടവർക്കും എന്നെ വീക്ഷിച്ചുകൊണ്ടിരുന്ന ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, എല്ലാ ശ്രോതാക്കൾക്കും, എല്ലാ കാഴ്ചക്കാർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. നമുക്കുള്ളൊരു മുന്നറിയിപ്പായിട്ടാണല്ലോ മോശ. നമുക്കറിയാം
എബ്രായ ലേഖന കർത്താവ് പറയുന്നുണ്ട്, മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ദൈവജനത്തോടുകൂടെ നിന്ന സഹിക്കുന്നത് തിരഞ്ഞെടുത്ത മിസ്രൈമിലെ രാജകുമാരന്, അടുത്ത ഫാറോ ആയിട്ടല്ല, രാജകുമാരനായി ഇരുന്ന മോശ മനഃപൂർവ്വം ദൈവത്തിന്റെ വിളി കേട്ട തൻ്റെ ജനത്തിനു വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ച് പോയ ഒരു വ്യക്തിയാണ്. നമുക്കറിയാം, ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു നേതാവാണ്. 6 ലക്ഷത്തിൽ കൂടുതൽ ആളുകളെ അന്നത്തെ കാലത്ത്, യാതൊരുവിധ സംവിധാനങ്ങളും ഇല്ലാത്തൊരു കാലത്ത് നയിച്ചു കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഒരു ചില്ലറക്കാരുമില്ല. നമുക്ക് 10 പേരെ കൊണ്ടുപോകാനുള്ള കഷ്ടപ്പാട് നമുക്കറിയാം. അത്രമാത്രം ശക്തനായിരുന്ന ഒരു വ്യക്തിയായിരുന്ന മോശ എന്തെല്ലാം വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു. ദൈവത്തിന് വേണ്ടി 10 കൽപ്പനകൾ, എന്തെല്ലാം വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു. എന്നാൽ ഒരു ചെറിയ ഒരു കാര്യത്തിൽ വന്നൊരു മിസ്റ്റേക്ക് ചെയ്തു. ദൈവം പറഞ്ഞത് ഒരു പടി കൂടെ അങ്ങ് പോയി. അതുകൊണ്ട് ആ വാഗ്ദത്ത നാട് കാണുവാനായിട്ട് കഴിഞ്ഞില്ല എന്ന് നമ്മൾ കേട്ടല്ലോ. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവം പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി, കൂടുതലും ചെയ്യേണ്ട, വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ നമ്മൾ പോകണ്ട. ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്യുന്നതിനുള്ള ശക്തി ദൈവം നമുക്ക് നൽകുമല്ലോ. അതുകൊണ്ട് വളരെ ഭയഭക്തിയോടുകൂടെ, വളരെ നമ്മളെ എബ്രായ ലേഖനത്തിലാണെന്ന് നമ്മൾ വായിക്കുന്നുള്ളൂ, നിങ്ങളുടെ പ്രവാസകാലം വളരെ ഭയഭക്തിയോടുകൂടെ നമ്മൾ കഴിക്കേണ്ടതാണ് നമുക്ക്. എന്നാൽ മോശയുടെ കാലത്തെ പോലെയല്ല, കർത്താവ് ഇപ്പോൾ നമ്മോട് കൂടെ ഉണ്ടല്ലോ. ആ പരിശുദ്ധാത്മാവിനെ കർത്താവ് പറഞ്ഞു, ആ പരിശുദ്ധാത്മാവ് എന്നൊരു സഹായകനെ, കാര്യസ്ഥനെ ഞാൻ അയക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ബന്ധപ്പെടണ്ട. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് തന്നെ പറഞ്ഞു. നമുക്കറിയാം, പത്രോസിനോടും മറ്റുള്ളവരെയും ഒക്കെ പിടിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന് മുമ്പിൽ കൊണ്ട് നിർത്തിയപ്പോൾ അവർ പറഞ്ഞത്, അവര് ഉത്തരവൊക്കെ നൽകുന്നത് കേട്ട് മഹാപുരോഹിതനും ശാസ്ത്രിമാരും ഒക്കെ അതിശയിച്ചോട്ടെ, ഇവരെങ്ങനെ ഇങ്ങനെയൊക്കെ ഉത്തരം പറയുന്നത്, പഠിപ്പില്ലാത്തതായിട്ടുള്ള ആളുകളാണ്. എന്നാൽ അവർ ഉത്തരം കേട്ട്, ആരാണ് ഉത്തരം പറയുന്നത്? പരിശുദ്ധാത്മാവ് പറയാണ്. കർത്താവിനെ പറഞ്ഞു, നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എന്ത് പറയണമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട, പറയാനുള്ളത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നാവിൽ തരും. അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ കഴിവിലൊന്നും നമ്മൾ ആശ്രയിക്കേണ്ടതായിട്ടില്ല. കർത്താവ് നമ്മളെ നയിക്കുന്നതായിട്ടുള്ള സാഹചര്യം, കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിശ്വസ്തരായിട്ട് കർത്താവിലുള്ള വിശ്വാസത്തോടുകൂടെ പോകുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ കേട്ടല്ലോ, എത്ര വലിയ നേതാവായിരുന്നു, എത്ര വലിയ ഒരു മനുഷ്യനായിരുന്നു. ഭൂമിയിൽ ജീവിച്ചിരുന്നതിലേക്ക് സൗമ്യനായ മനുഷ്യനായിരുന്നു. എന്നാലും അത്ര സൗമ്യനായിരുന്നിട്ട് പോലും ആ കൽപ്പനയെല്ലാം എടുത്ത് ഉടയ്ക്കേണ്ടി വന്നു. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ശക്തി അനുസരിച്ചോ നമ്മുടെ കഴിവനുസരിച്ചോ ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. നമ്മുടെ നിയന്ത്രണമോ നമ്മൾ വലിയ ബൗദ്ധികമായിട്ടുള്ള കാര്യങ്ങളിലോ നമ്മുടെ ശക്തി ഉപയോഗിച്ചൊക്കെ ചെയ്യാൻ പോയ പരാജയം മാത്രമാണ്. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഹൃദയത്തിൽ സ്വീകരിച്ച്, കർത്താവ് പറയുന്ന പോലെ ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ നിയന്ത്രണം പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ച് അങ്ങനെ ശക്തരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവിൻ്റെ ദാസൻ വളരെ വളരെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, വളരെ ചിന്തിക്കേണ്ടതായിട്ടുള്ള, നമ്മുടെ ജീവിതത്തിൻ്റെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആണിക്കല്ലായി സ്വീകരിക്കേണ്ട കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. ഈ ദിവസങ്ങളിൽ കർത്താവ് തൻ്റെ ദാസനെ ധാരാളമായിട്ട് സഹായിക്കേണ്ട ചെയ്യുന്ന ശുശ്രൂഷകളെല്ലാം വാഴ്ത്തി ആശീർവദിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവിധ ഈ ദിവസങ്ങളെ അനേകരെ കർത്താവിലേക്ക് നയിക്കുന്നതിന് കർത്താവ് തൻ്റെ കരങ്ങളിൽ ഇണങ്ങി ആയുധമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. നാം എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.